അല്ല അതിപ്പോൾ ഞാനല്ലല്ലോ പറയേണ്ടത്, നിങ്ങളല്ലേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കമൻറ്റിൽ പറയട്ടോ. ഈ ഒരു പെയിൻറ്റിങ് പിൻട്രസ്റ്റിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നായിരുന്നു. പക്ഷെ അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. കുറേ കാലത്തിന് ശേഷം ഈ ഒരു പരിപാടിക്ക് നിന്ന കാരണം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നല്ല ഉണ്ടായിരുന്നു. ഇത്രയും ടഫാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, എന്നെപ്പോലുള്ള ആൾക്കാർക്ക് നല്ല ടഫായിരിക്കും, പക്ഷേ വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇത് ഭയങ്കര നിസ്സാരമായിരിക്കും. ഇതിലൊരു പോയിന്റ് വരെ പെയിൻറ്റിങ് നല്ല സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ സ്നോ കുടയുന്ന ആ ടൈം ആയപ്പോഴേക്കും പെയിൻറ്റിങ് ഫുള്ള് കൊളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫൈനൽ ഔട്ട്പുട്ട് എനിക്ക് നല്ല രീതിക്ക് ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഈ ഒരു പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കോൺഫിഡൻസ് നല്ലോണം ഹൈ ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഇത്രയും നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാരണം കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം റെഡിയാക്കാം. ഒരു തെറ്റ് പറ്റുമ്പോഴാണല്ലോ നമുക്ക് പിന്നീട് ആ തെറ്റുകളെ ആവർത്തിക്കാതിരിക്കാനും ആ തെറ്റുകളെ തിരുത്താനും ആ തെറ്റിൽ നിന്ന് തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും നമുക്ക് പറ്റുക. അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം. അങ്ങനെ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഒരു തെറ്റ് പറ്റുമ്പോഴും പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെയിൻറ്റിങ്ങിൽ വന്ന മിസ്റ്റേക്സ് ഒന്നും അടുത്ത പെയിൻറ്റിങ്ങിൽ വരരുത് എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ആഗ്രഹം മാത്രം പോരല്ലോ, അതിനനുസരിച്ച് പരിശ്രമിക്കുകയും വേണ്ടേ. ഇപ്പം എന്തായാലും വിൻ്റർ അല്ലേ, അതുകൊണ്ടാണ് പിൻട്രസ്റ്റ് തപ്പിയിട്ട് വിൻ്റർ തീമിലുള്ളൊരു പെയിൻറ്റിങ്ങാണ് ഞാൻ ചൂസ് ചെയ്തെടുത്തത്. അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണ് നിങ്ങളീ കാണാൻ പോകുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൽ തന്നെ ഒരുപാട് പോരായ്മകളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ തെറ്റിനെ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ നോക്കാം. എന്തായാലും ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.